പുറകോട്ട് നോക്കണോന്ന് വാസ്ക്യു. എന്നാ പിന്നെ സൈഡിലേക്ക് നോക്കിയിരിക്കാന്ന്, അതായിരിക്കും ബെറ്റർ എന്ന്. ഓ, ആൻസി ചേട്ടായുടെ കൂടെയാണോ ഇരിക്കണേ? ആൻസി ചേട്ടായുടെ കൂടെ. എന്നാ പിന്നെ ഇനി കുറച്ചേരം ഇങ്ങാ സൈഡിലേക്ക് നോക്കാന്ന്. ആ സൈഡ് കണ്ട് വാസ്ക്യു ഓടി നടക്കുക. ഇങ്ങാ സൈഡ് കണ്ടു, ഇനിയിപ്പോ അങ്ങാ സൈഡ് ഒന്ന് കാണട്ടെ എന്ന്. ഓ, വാസ്ക്യു ടൂർ പോവാണല്ലോ. താഴെ വീടല്ലേ വാസ്ക്യു? വീഴുവാണെങ്കി ആ ചേട്ടയുടെ പുറത്തേക്ക് വീണു. അവിടെ ഇരിക്കടാ, അവിടെ ഇരിക്ക. ഓ, വാസ്ക്യുവിന് ഇപ്പഴാണ് ജീവൻ വന്നത്. അങ്ങനെ ഇരുന്നോ, നല്ല ഇരിപ്പാട്ടാ വാസ്ക്യു. വാവ് വാവ് വാവ്. ഇതിപ്പോ എങ്ങോട്ട് നോക്കിയാലോ കറക്റ്റ് റൂട്ട് മനസ്സിലാക്കണമെന്ന്. വാസ്ക്യു നോക്കുക, ഇത് എപ്പോട്ട് നോക്കണം, മുമ്പോട്ട് നോക്കണം, പുറകോട്ട് നോക്കണം, റൂട്ട് അറിയാനായിട്ട്. എന്നാ പിന്നെ ഇനി ഇച്ചിരി ഈ സൈഡിലേക്ക് നോക്കാന്ന്. എന്നാ പിന്നെ ഇനി അങ്ങോട്ട് തിരിഞ്ഞിരിക്കാന്ന്. ഇച്ചിരി നേരം പുറകോട്ട്, ഇച്ചിരി നേരം വാസ്ക്യു മുമ്പോട്ട് നോക്കും, പിന്നെ പുറകോട്ട് നോക്കും, പിന്നെ സൈഡിലേക്ക് നോക്കും. എന്നാ ഇനി മുമ്പോട്ട് നോക്കാന്ന്. ഇത് ഭയങ്കര കോമഡി ആയി പോയല്ലോ. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനൊരു കാര്യം ഓർത്തിച്ചതാ. ഗേറ്റ് പറഞ്ഞില്ലടാ. അവനങ്ങോട്ട് പോയി, അവൻ കയ്യിന്ന് പോയാ. അന്നെ മൂത്രം ഒഴിപ്പിച്ചിട്ട് കൊണ്ടുവരാൻ പറ. എന്നാ ഒന്ന് മൂത്രം ഒഴിപ്പിക്കടാ, മൂത്രം ഒഴിപ്പിക്കാതിനാ. ഇപ്പൊ ഉച്ചക്ക് ആര് പറഞ്ഞു? പട്ടികൾക്ക് ഉച്ച രാത്രി ഒന്നുമില്ല. വാട ഇറക്കാം, നമുക്ക് പോവാന്ന്. റോഡിലിറങ്ങിയപ്പോ വാക്ക് പറയാ വാട ഇറക്കാം. ഒത്തിരി നാളായില്ലേ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകട്ടെ. എന്നും അതിനെ പുറകെ കെട്ടുവല്ലേ. നമ്മള് വാഴക്കട വെട്ടാൻ പോവാണേ. വാക്കത്തേക്ക് എടുത്തല്ലോ അല്ലേ? എടാ വാടാ, മുളി കഴിഞ്ഞെങ്കി വാ. ഇത് കണ്ടോ, പോകുമ്പോ അവനെ കൂടി കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അങ്ങനെ അവനെ കൊണ്ടുവരാൻ പോയപ്പം മൂത്രമൊക്കെ ഒഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ച് നിർത്തിയേക്കുന്നതാണ്. നമുക്ക് അവനിങ്ങ് വിളിക്കാം. മൂത്രമൊഴിച്ചു. ബാസ്ക്യോ ബാ. വിളിച്ചപ്പോ നോക്കി തന്നെയാണേലും. ബാസ്ക്യോ ബാ. എവിടെ പോവാടാ? വീടട്ടെ, അവിടെ ഇരുന്നോ. ഓ, അങ്ങാണ്ട് പോവാതെ. ഓ, ബാസ്ക്യു ആകെ ഡിപ്രഷൻ അടിച്ച് കിടക്കുവായിരുന്നു. അപ്പൊ ബാസ്ക്യുവിനെ കൊണ്ട് പോവാന്ന് വിചാരിച്ചു. വഴിയൊക്കെ കാണണ്ടടാ, അവന് സ്ഥലമൊക്കെ കണ്ടു പോട്ടെ, പാവല്ലേ. ബാസ്ക്യു ഇതേതാ സ്ഥലം? പട്ടിയൊക്കെ പോണ വഴിക്കൊന്നും മുള്ളാനൊരു ചാൻസും ഇല്ലല്ലോ. മൂത്രം ഒഴിച്ച് മുമ്പോട്ട് നോക്കണോ പുറകോട്ട് നോക്കണോന്ന് വാസ്ക്യു. എന്നാ പിന്നെ സൈഡിലേക്ക് നോക്കിയിരിക്കാന്ന്, അതായിരിക്കും ബെറ്റർ എന്ന്.
പിന്നെ ഇനി കുറച്ചേരം ഇങ്ങാ സൈഡിലേക്ക് നോക്കാന്ന്. ആ സൈഡ് കണ്ട് വാസ്കി ഓടി നടക്കുക. ഇങ്ങാ സൈഡ് കണ്ടു, ഇനിയിപ്പോ അങ്ങാ സൈഡ് ഒന്ന് കാണട്ടെ എന്ന്. ഓ വാസ്കി ടൂർ പോവാണല്ലോ. താഴെ വീടല്ലേ വാസ്ക്യൂ, വീഴുവാണെങ്കിൽ ആ ചേട്ടയുടെ പുറത്തേക്ക് വീണു. അവിടെ ഇരിക്കടാ, അവിടെ ഇരിക്ക. ഓ വാസ്ക്യൂന് ഇപ്പഴാണ് ജീവൻ വന്നത്. ആ അങ്ങനെ ഇരുന്നോ, നല്ല ഇരിപ്പാട്ടാ വാസ്ക്യൂ. വാവ് വാവ് വാവ്. ഇതിപ്പോ എങ്ങോട്ട് നോക്കിയാലോ കറക്റ്റ് റൂട്ട് മനസ്സിലാക്കണമെന്ന്. വാസ്ക്യ നോക്കുക, ഇത് എപ്പോട്ട് നോക്കണം, മുമ്പോട്ട് നോക്കണം, പുറകോട്ട് നോക്കണം എന്ന് റൂട്ട് അറിയാനായിട്ട്. എന്നാ പിന്നെ ഇനി ഇച്ചിരി ഈ സൈഡിലേക്ക് നോക്കാന്ന്. എന്നാ പിന്നെ ഇനി അങ്ങോട്ട് തിരിഞ്ഞിരിക്കാന്ന്. ഇച്ചിരി നേരം പുറകോട്ട്, ഇച്ചിരി നേരം വാസ്ക്യ മുമ്പോട്ട് നോക്കും, പിന്നെ പുറകോട്ട് നോക്കും, പിന്നെ സൈഡിലേക്ക് നോക്കും. എന്നാ ഇനി മുമ്പോട്ട് നോക്കാന്ന്. ഇത് ഭയങ്കര കോമഡി ആയി പോയല്ലോ. ഒരിക്കലും ഇങ്ങനെ നോക്കാറില്ല അല്ലേടാ. എന്നാ പിന്നെ ഇനി ഇച്ചിരി നിന്ന് നോക്കാന്ന്. ഇരിക്കടാ അവിടെ ഇരിക്ക. എന്നാ പിന്നെ ഇനി ഇച്ചിരി ആ സൈഡ് നോക്കാന്ന്. വാസ്ക്യൂ 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 അങ്ങനെ പട്ടണം കാണാൻ പോവാ. പട്ടണത്തിലെ കാഴ്ച കാട്ടിത്തരാം. ഈ ചേട്ടായിയാണ് വാസ്ക്യൂവിനെ കാഴ്ച കാണിക്കാൻ കൊണ്ടോണേ. ചേട്ടായിയോട് തിന്നാൻ വാങ്ങിച്ചു തരാൻ പറ വാസ്ക്യൂ. ആ പിന്നെ ഇച്ചിരി നേരം കടക്കാന്ന്. നോക്കി നോക്കി മടുത്ത്. ഇവിടം വരെ എത്തി വാസ്ക്യൂ. നമ്മള് കരുമണ്ണൂര് വരെ എത്തി. കണിക്കൊന്ന പൂത്ത് നിക്കുന്നുണ്ട്. വിഷുക്കാലമായി. വിഷുക്കാലമല്ലേ വിഷുവല്ലേ, പൂക്കാലമല്ലേ കണിയല്ലേ. ഇത് കണ്ട നല്ല രസം. എല്ലാ കണിക്കൊന്നയും പൂത്തു. ഒരു വർഷം കണിക്കൊന്നയ്ക്ക് വേണ്ടിയിട്ട് ലോകം മൊത്തം പോയി കഴിഞ്ഞ കൊല്ലം. അവസാനം കണിക്കൊന്ന കിട്ടി. അപ്പോൾ അതേ നമ്മൾ വാഴത്തോട്ടത്തിലെത്തി. ഒരു പഴുത്ത വാഴക്കുല വെട്ടി വണ്ടിക്കകത്ത് വെച്ചു. പിന്നെ ഒരു കൊല. കാറ്റ് വന്ന് വാഴയെല്ലാം മറിഞ്ഞു പോയി എന്നാണ് ചേട്ടൻ പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് താഴേക്ക് പോയില്ല. ഇപ്പോൾ ബാസ്കിമോൻ ഇത് കണ്ടോ. ബാസ്കിമോൻ പരിചയമില്ലാത്ത സ്ഥലത്ത് വന്നിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. പരിചയമുണ്ട്, ഇവിടെ 3-4 തവണ വന്നിട്ടൊക്കെ ഉണ്ടല്ലോ. 3-4 പ്രാവശ്യം വന്നിട്ടില്ല ഇവനിവിടെ. ഇപ്പം പിന്നെ വണ്ടിയെ കയറാൻ അവന് മടിയൊന്നുമില്ല. വണ്ടിയെ കയറാന്ന് പറഞ്ഞാൽ ചാടി കയറിക്കോളൂ. എന്ത് പേടിയായിരുന്നല്ലേ, വിറയ്ക്കുമായിരുന്നു കാലിങ്ങനെ. ഇവന് പൊക്കം കുറഞ്ഞു പോയതുപോലെ തോന്നുന്നുള്ളടാ. ബാസ്കിവേ എൻ്റെ പൊക്കം കുറഞ്ഞു പോയോടാ. പൊക്കം കുറഞ്ഞോടാ. ബാ പോകാന്ന് വഴി കാണിച്ചു തന്നെ ചേട്ടനവൻ. ഇങ്ങോട്ട് മാറ്റാം. അവൻ്റെ തലയിലേക്ക് വേണ്ട, അത് കളയല്ലേ. അതിൽ കൊലയില്ലല്ലോ. അതിൽ കൊലയില്ലല്ലോ. പിന്നെ എന്തിനാ അത് വെട്ടണ? ഇതാ കൊല. എന്നാ ഇതോടെ ഇട്ടേക്കാവോടാ. സ്ഥലമുണ്ടോ? സ്ഥലം ഉണ്ടെങ്കിൽ ഇടറാ. അതിനിപ്പോ എന്നാന്നേ നിക്കറ് ഒരു പോരുവോ? തിന്നാന്നല്ലേ വാങ്ങിച്ചരാം. ഇത് ഇടാൻ പറ്റൂലേ? ഓ teknologi. Oh, Pascu? Teknologi.
ചേട്ടൻ്റെ കൂടെ ചേട്ടൻ്റെ കൂടെ പോകാൻ വേണ്ടി ബാസ്കി ഓർഡറാ ഓട്ടം. ബാസ്ക്യൂന് തലയുടെ കൂട്ടോ. അതെല്ലാം നിറച്ച് കുനുകുനാന്ന് ഉറുമ്പ. ഇതെന്താ ഓടുന്ന കാണിച്ച് കാലിലെല്ലാം കയറി. മാറി നിൽക്കട്ടെ, ചെവി കയറിയ പണിയാകും. എടാ ഇത് എന്നതാടാ? ആ ഉറുമ്പിനല്ലേ ഇളക്കല്ലേന്നേ. എടാ നീ ആ കോണി കളഞ്ഞേ. അതിനെ ഉറുമ്പിൻ്റെ കൂട്ടത്തിൽ കൊണ്ട് നിർത്തരുത്തോട്ട്. അതിൻ്റെ ചെവിയിൽ ഉറുമ്പ് പോയാൽ അതിന് പറയാൻ പറ്റൂല. ഈ വാഴക്കൊല മൊത്തം പുള്ളിക്കുത്താണല്ലോ ചേട്ടാ. അതിന് അങ്ങനെ വന്നേ? വാഴക്കൊലയൊക്കെ ദാ ഇങ്ങനെ മറഞ്ഞ് ചാടിക്കിടക്കുക. കാറ്റ് വന്ന് ഒത്തിരി വാഴക്കൊല മറഞ്ഞു പോയി. ഇതാ കിടക്കുന്നു. ആ വാഴച്ചുണ്ടും വേണം. മാറിയിക്കടാ, മാറിയിക്കടാ. ആ ചെളിയിൽ ചാടിയ കുപ്പീൻ്റെ അടപ്പ് നിറച്ച ചെളിയാണല്ലോ. അവിടെ കണ്ടെത്തി അവനിങ്ങ തന്നിട്ട് പോടാ. അതെ ആ മുതുക 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 അങ്ങാ സൈഡ്. ആ മതിയടാ, ഇനി കൊത്തണ്ട. പതുക്കെ കൊത്തുവാടാ ചെയ്യണ്ടേ. വാഴക്കൊല മൊത്തം ചതഞ്ഞു പോയേനെ. ചതഞ്ഞ് അവരൊറ്റപ്പെട്ടിട്ട് മട്ടം മുറിച്ചു. ആ കൊല കളയല്ലേ. ചുണ്ട് ചുണ്ട് അതവിടെ ഇരുന്നോട്ടെ. ചുണ്ട് കളയണ്ട, ഒന്നിച്ചെടുത്തോണ്ട് പോവാ. എന്നാ പിടിക്കാ. അതാ പിന്നെ നീ വീഡിയോ പിടിച്ചോ. കറക്റ്റ് ആയിരിക്കണം. നീ പൊക്കെ വന്നാ. എടാ പതുക്കെ ഒന്ന് കൊത്താൻ പറഞ്ഞപ്പോ നിനക്ക് ആഞ്ഞ് വെട്ടേണ്ട കാര്യമുണ്ടോടാ? വാഴ മൊത്തം ചേട്ടനാണ് ഈ മൊത്തം ക്ഷീണം ഇപ്പൊ പറഞ്ഞ് നിർത്തിയതേ ഉള്ളു. എടാ പട്ടീനെ പിടിക്കടാ മോനെ. ഇന്ന് മാക്കൂ നിന്നെ ചേട്ടായിക്ക് വേണ്ട. നമുക്ക് ഇവിടെ നിൽക്കാം, നമുക്ക് എങ്ങും പോകണ്ട. നീ ആ വാഴക്കൊലയെ നോക്കിക്കൊണ്ട് നിന്നോ, ഞാനും ഇവിടെ നിൽക്കാം. ദവൻ മഴക്ക് കേൾക്കാൻ പോയേക്കോ. കുട്ടൻ്റെ ഹോബിയാണിത്. വെറുതെ ഇരുന്ന് മടുത്തപ്പോഴുള്ള ആൻസ് കുട്ടൻ്റെ ഹോബി. മുളച്ച് വരുന്ന ചെറിയ പുല്ലുകൾ പറിച്ച് അടുക്കി വയ്ക്കുന്നു. അടുത്ത് നോക്കി നിൽക്കുന്ന ബാസ്ക്യുമോൻ. ഈ ചെറുക്കൻ ഇത് എന്ത് പണിയാന്ന ബാസ്ക്യുമോൻ നോക്കുന്നത്. ആൻസ നോക്കിക്കേ. ഞാനാണെങ്കിൽ ഒരു വാഴച്ചുണ്ടും ഒരു വെള്ള കുപ്പിയും പിടിച്ച് ഈ നടപ്പാണ്. എറിയട്ടെ? അവനെ ശല്യം ചെയ്യണ്ട, അവനവിടെ കിടക്കട്ടെ. അവന് നടന്ന് മടുത്തു. ഏത് വാഴ മൊത്തം വെട്ടിക്കളയണമെന്ന് ആലോചിച്ച് നടക്കുക. അതിലേക്ക് ഒരു ട്രിപ്പ് പോയതാണ്.
വീണ്ടും വരുവാ. അപ്പൊ അങ്ങനെ കൊലവെട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ നമ്മള് 7up വാങ്ങിയത് ഞാൻ കുപ്പിയിൽ ഒഴിച്ചു കുടിച്ചു. ചേട്ടൻ ഗ്ലാസ്സിൽ കുടിക്കണു. പിന്നെതാ ഇതെന്താന്നറിയാവോ, പരിപ്പുവടയാണ് കേട്ടോ. ചെറിയ പരിപ്പുവട, കുഞ്ഞി പരിപ്പുവട. എന്താ കരിമണ്ണൂര് പോൾസ് ബേക്കറിന്ന് മാക്ക് നോക്കിയിരിക്ക. മാക്ക് ഒരുപാട് തിന്നോളാ. തണുപ്പ് കിട്ടാൻ വേണ്ടിട്ടേ എസിയിലേക്ക് മുഖം വെച്ചേക്കുവാ. നോക്കിയാ മാക്കുമ്പോ കിടക്കണേ. അയ്യടാ എന്നെ പാവാത്. എനിക്ക് അതിനെ ഭയങ്കര ഇഷ്ടമാ. വേണ്ട വേണ്ട മാറാ. അപ്പൊ ഞങ്ങളങ്ങനെ നേരെ വീട്ടിലാക്കിയ. അങ്ങനെ കൊലവെട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സന്ധ്യ ആയപ്പോഴാണ് നമ്മൾ തറവാട്ടിലെത്തിയത്. നമ്മൾ ചാച്ചനെ കാണാൻ മിക്കപ്പോഴും പോകാറുണ്ട്, പക്ഷെ അത് വീഡിയോ ഒന്നും എടുക്കാറില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചാച്ചനെ കാണാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചാച്ചനെ ഇപ്പോൾ കാണാനില്ലല്ലോ വീഡിയോയിലെന്നും പറഞ്ഞിട്ട്. നമ്മൾ വീഡിയോ എടുക്കാറില്ലെന്നേ ഉള്ളൂ, പക്ഷേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു കമൻറ്റ് വന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പം ഈ ഒരു വീഡിയോ എടുത്തു കേട്ടോ. ചാച്ചനാണെങ്കിൽ ഭയങ്കര കാര്യമായ ആലോചനയിലൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് നമ്മൾ തോണ്ടി വിളിക്കുമ്പോഴാണ്, പിന്നെ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, 98 വയസ്സായി ചാച്ചന്. 99ലേക്ക് കടക്കാൻ പോവുകയാണ് ഈ ജൂൺ ആകുമ്പോഴത്തേക്കും. എന്നാലും നല്ല ആക്റ്റീവാണ്. നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഭയങ്കര ആക്റ്റീവാണ്. പിന്നെ നമ്മളെ കാണുമ്പോഴത്തേക്കും വാദോരാതെ ഒരുപാട് കാര്യങ്ങൾ പറയും, പുതിയതും പഴയതുമായ കുറേ കാര്യങ്ങളൊക്കെ പറയും. അതിങ്ങനെ കേട്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ചാച്ചൻ എന്നോട് സംസാരിക്കുന്ന സമയത്ത് ചേട്ടൻ ചാച്ചൻ്റെ കട്ടിലിലേക്ക് വീണ് കഴിഞ്ഞു. ചേട്ടനാണെങ്കിൽ അവിടെ കിടന്നു. പകൽ മൊത്തം ഭയങ്കരമായ പണിയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ കട്ടിൽ കണ്ടപ്പോഴത്തേക്ക് വീണു. അപ്പോൾ ചാച്ചനിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറയുവാണേ. ആൻസൂട്ടൻ ഇതിലേക്കായിട്ട് ഓടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചാച്ചൻ കണ്ടില്ല, ചേട്ടൻ അവിടെ കിടക്കുന്നത് കണ്ടില്ല. അപ്പോൾ കണ്ടു കഴിയുമ്പോൾ പറയും, ഒന്നുമില്ല നീ അവിടെ കിടന്നു, അല്ലെങ്കിൽ വേഗം വീട്ടിൽ പൊക്കോളാൻ പറയും. ആൻസൂട്ടൻ ടോയ്ലറ്റിൽ കയറിയിട്ട് ഇറങ്ങി വന്നതാണ് കാണുന്നത്. അപ്പോൾ തറവാട്ടിലേക്ക് മിക്കപ്പോഴും പോകാറുണ്ട്, പക്ഷേ വീഡിയോയൊന്നും എടുക്കാത്തത് കൊണ്ടാണ് നമ്മൾ കാണാത്തത്. പിന്നെ ഞാൻ ഓർക്ക് എന്നിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അതിലൊരു പുത്തരിയില്ലല്ലോ. അപ്പോൾ കാണാതെ വരുമ്പോൾ ഇങ്ങനെ അന്വേഷിക്കാനൊക്കെ ആളുണ്ടാവുമ്പം ഒരു സന്തോഷം. കാണാതിരിക്കുമ്പോൾ അന്വേഷിക്കാൻ ആളുണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയാല്ലേ. ആൻസൂട്ടനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. ചാച്ചൻ്റെ അടുത്ത് പോയി ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറയാനായിട്ട് അവനൊരു മുത്തശ്ശനെ കിട്ടിയതുപോലെയുള്ളൊരു സന്തോഷമാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമാണെന്നൊക്കെ അറിയാം. അതുകൊണ്ടാണ് കാണാതിരിക്കുമ്പോഴുള്ള ഈ അന്വേഷണങ്ങളൊക്കെ വരുന്നത്. സത്യത്തിൽ ഈ കാണാതിരിക്കുമ്പോൾ അന്വേഷിക്കുന്നവർക്ക് സ്നേഹം കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കാണാതിരിക്കുമ്പോൾ പതുക്കെ അങ്ങ് അകന്ന് പോകുന്നവരും മറന്നു പോകുന്നവരും ഒക്കെയുണ്ട്. ഹിന്ദു സ്ട്രീംസിലുള്ളവരൊന്നും അങ്ങനെയല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും വരുന്ന കമൻറ്റുകളൊക്കെ. അത് കാണുമ്പോഴുള്ള സന്തോഷം എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ അതിലേറെ സന്തോഷമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ പോയിരുന്ന് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വീഡിയോയും ഫോട്ടോയാണെന്നൊക്കെ ചാച്ചനിപ്പോൾ അറിയാം. ആദ്യ സമയങ്ങളിലൊന്നും അറിയത്തില്ലായിരുന്നു. മൊബൈലിങ്ങനെ പിടിക്കുമ്പോൾ ചാച്ചനിപ്പോൾ ചിരിച്ചൊക്കെ കാണിക്കാറുണ്ട്, മൊബൈലിൽ നോക്കി സംസാരിക്കാറുണ്ട്. പിന്നെ ചാച്ചൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഫോണും കാര്യങ്ങളോ വീഡിയോയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ നമ്മളിതാ
തറവാട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു.